നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. LP-UP പരീക്ഷയ്ക്ക് സാഹിത്യ വിഭാഗത്തിൽ നിന്നും എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് നോവൽ സാഹിത്യത്തിലുള്ളത്, അല്ലെ? അപ്പൊ ഇതുവരെ PSC ചോദിച്ച നോവൽ സാഹിത്യത്തിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. പ്രയാണം ഇന്നലകളിലൂടെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രയാണം ഇന്നലകളിലൂടെ മലയാളത്തിലെ നോവൽ വിഭാഗത്തിൽ നിന്നും മുൻവർഷം വന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ? അവകാശികളാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ നോവൽ, ആദ്യത്തെ ഏറ്റവും വലിയ നോവൽ ചോദിച്ചാൽ ഏതന്നെയാണ്? അവകാശികളാണ്. അവകാശികൾ എഴുതിയത് വിലാസിനിയാണ്. വിലാസിനി എന്നത് ഒരു തൂലികാ നാമമാണ്. യഥാർത്ഥ നാമം എന്താണ്? മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ, അല്ലെ? മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോനാണ് എന്തായത്? MK മേനോനായത്. തൂലിക നാമവും അപരനാമവും എന്താണ് വ്യത്യാസം എന്നറിയോ നിങ്ങൾക്ക്? ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വിമൽ കുമാർ. കുഞ്ഞിക്കുരൻ സിനിമയിലെ ഡയലോഗാണ്, അല്ലെ? അതേപോലെ കവികൾ അവരെ തന്നെ വിളിച്ച പേരായിരുന്നു തൂലിക നാമം. നാടുവാഴികൾക്കെതിരെയും രാജഭരണത്തിനെതിരെയും അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയും എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ തല അറക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടം കൂടെ സാഹിത്യകാർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് എഴുതാതിരിക്കാനും വയ്യ. അന്ന് അവരവരുടെ പേനയ്ക്ക് കൊടുത്ത, തൂലികയ്ക്ക് കൊടുത്ത പേരാണ് തൂലികാ നാമം. അവരുടെ കൃതികളുടെ ആശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശൈലികൾ കൊണ്ടോ എഴുത്തുകാരന്റെ പ്രത്യേകത കൊണ്ടോ വിളിച്ച പേരാണ് അപരനാമം, അപരനാൽ വിളിക്കപ്പെട്ട നാമം. പ്രഭ എന്നത് തൂലികാ നാമമായിരുന്നു. ആരുടെ? ബഷീറിന്റെ. ബാലമുരളി ONV കുറുപ്പിന്റെ തൂലികാ നാമമായിരുന്നു. വിലാസിനി മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോന്റെ തൂലികാ നാമമായിരുന്നു, അല്ലെ? MT എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് തന്നെ എന്താ? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. അദ്ദേഹത്തിന്റെ അപരനാമം കേരള ഹെമിംഗ്വേ എന്നാണ്. നമ്മൾ ഓർക്കണം, അല്ലെ? PC ഗോപാലൻ ഏത് പേരിൽ അറിയപ്പെട്ടെ? നന്ദനാർ എന്ന പേരിലാണ്. കോവിലൻ VV അയ്യപ്പനായിരുന്നു. കോവിലൻ VV അയ്യപ്പനാണ്. പവനൻ PV നാരായണൻ നായരായിരുന്നു. പവനൻ. VKN ആരായിരുന്നു? വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ, അല്ലേ? അപ്പൊ അത്തരത്തില് തൂലിക നാമം കൂടെ നമ്മളിങ്ങനെ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. നമ്മൾ ഏറ്റവും വലിയ നോവൽ എന്ന് അവകാശികൾ വായിച്ചിരുന്നു, അല്ലെ? പക്ഷെ PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ് ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം ഏതാണ് പിള്ളേരെ? പറഞ്ഞേ, അവകാശികൾ. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം അവകാശികൾ. അവകാശികൾ എഴുതിയത് വിലാസിനി. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ. സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? നമ്മൾ പറഞ്ഞു 1887 മലയാളത്തിൽ ആദ്യമായി ഒരു നോവൽ വരുന്നത്. കേരളത്തിൽ ആദ്യത്തെ ബാങ്ക് സ്ഥാപിച്ച അപ്പു നെടുങ്ങാടിയാണ് 1887 ആദ്യത്തെ നോവലായ കുന്തലത. ഞാൻ പറഞ്ഞത് കുന്തലത എന്നാണേ. അപ്പൊ കുന്തലത എല്ലാവരും എഴുതുമ്പോൾ തെറ്റിക്കും. ഇങ്ങനെ കുന്തലത എഴുതാന്ന് നോക്കണേ. വളരെ പ്രധാനപ്പെട്ടതാണ് കുന്തലത. മന്ദാരത്തിന്റെ ദായാണ്. ഇപ്പൊ കുന്തലത എന്ന നോവൽ എഴുതിയത് ആരാണ്? അപ്പു നെടുങ്ങാടിയാണ്. വർഷം 1887. അപ്പു നെടുങ്ങാടി ആരെഴുതിയത്? അപ്പു നെടുങ്ങാടിയാണ് 1887 എഴുതിയത്. അന്ന് അപ്പു നെടുങ്ങാടി കുന്തലത എന്ന നോവൽ എഴുതുമ്പോ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നോവൽ എന്നാൽ ഏറ്റവും പുതിയതെന്ന അർത്ഥമാണ്, അല്ലെ? ഒരു നോവലിന് വേണ്ട എല്ലാ ഗുണങ്ങളും കുന്തലതയ്ക്ക് ഇല്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഷേക്സ്പിയറിന്റെ സിംപലൻ എന്ന കൃതിയെ ആധാരമാക്കി അതിന്റെ കോപ്പിയാണ് കുന്തലത എന്ന് പറഞ്ഞ ഒരു സമയം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ നോവൽ 1887 കുന്തലത, അപ്പു നെടുങ്ങാടി. ഒരു നോവലിന് വേണ്ട എല്ലാ ഗുണങ്ങളും കുന്തലതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1887 ഒയ്യാരത്ത് ചന്തു മേനോൻ ഈ കഥകൾ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് ഒരു ആഗ്രഹം, എന്നാ പിന്നെ ഞാനെന്താ ഒരു നോവൽ എഴുതിയാല്? 1889 അങ്ങനെ മൂപ്പര് ഒരു നോവൽ പുറത്തിറക്കി. ഒയ്യാരത്ത് ചന്തുമേനോൻ 1889 പുറത്തിറക്കിയ നോവലാണ് ഏത്? ഇന്ദുലേഖ. ഏതാണ്? ഇന്ദുലേഖ. 1889 O ചന്തുമേനോൻ പുറത്തിറക്കിയ കൃതി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. അതിന് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇതിനെ കുന്തലതയ്ക്ക്. പക്ഷെ ഇന്ദുലേഖ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെട്ടത് നോവലാണ്. 1889 O ചന്തു മേനോൻ ഇന്ദുലേഖ. ഇന്ദുലേഖ മാധവൻ സൂര്യനമ്പൂതിരിപ്പാട്. ഇന്ദുലേഖ മാധവൻ സൂര്യനമ്പൂതിരിപ്പാട് ഏതിലെയാണ്?
ഇന്ദുലേഖ എന്ന നോവലിലേതാണ്? നിങ്ങൾ ആ നോവൽ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പാണ്ടിപ്പട സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? നവ്യ നായർ, ദിലീപ് അല്ലെ? അതേപോലെ ഓർത്തു വെച്ചാൽ മതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച നായികയാണ് ഇന്ദുലേഖ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച നായകനാണ് മാധവൻ. അവിടെ ആരാണ്? നവ്യ നായരും ദിലീപും അല്ലെ? അവർക്കിടയിലെ വില്ലൻ റോളിൽ എത്തിയ ആളായിരുന്നു ആര്? പ്രകാശ് രാജ് അല്ലെ? പ്രകാശ് രാജിന് നവ്യ ഒരുപാട് ഇഷ്ടമായിരുന്നില്ല. അതുപോലെ ഇവിടെ സൂര്യ നമ്പൂതിരിപ്പാടിന് നമ്മുടെ ഇന്ദുലേഖയെ ഒരുപാട് ഇഷ്ടമാണ്. പറയില്ലേ എനിക്ക് റൊമാൻസ് വരുന്നടാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. ആരോട്? ദിലീപിനോട്. എന്നിട്ട് തുമ്പി വേണമെന്ന് പറയുമ്പോൾ മൊയിലിനൊക്കെ പിടിച്ചു കൊടുക്കുന്നില്ല. ആ സീനൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതുപോലെ നമ്മുടെ സൂര്യ നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ദുലേഖ അവസാനം ആരെ വിവാഹം കഴിക്കും? മാധവന് വിവാഹം കഴിക്കും. അതുപോലെയാണ് ഇതിലും സിനിമയിലും. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലേതാണ്? ഇന്ദുലേഖ. നായികയുടെ പേര് തന്നെയാണ് അന്ന് നോവലിന് കൊടുത്തത്. ശാരദ എന്ന നോവലിലും ശാരദ തന്നെയാണ് കഥാപാത്രം. വൈത്തിപ്പട്ടർ, രാമൻ മേനോൻ, ശാരദ, ഇത് മൂന്നും ശാരദയിലെ കഥാപാത്രങ്ങളാ. അപ്പൊ എന്താണ് ശാരദയ്ക്കും ഓ ചന്തുമേനോനും തമ്മിൽ ബന്ധം എന്നായിരിക്കും? വൈത്തിപ്പട്ടർ, രാമൻ മേനോൻ, ശാരദ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, മറക്കരുത്. ഇനി അവര് തമ്മിലുള്ള ബന്ധം പറഞ്ഞുതരാം. ശാരദ എന്നത് ഓ ചന്തുമേനോന്റെ എഴുതി പൂർത്തിയാക്കാൻ കഴിയാതെ പോയ നോവലാണ്. കോടതി വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ എന്ന് ചോദിച്ചാലും ശാരദയാണ്. ശാരദയിലെ ഇതിവൃത്തം എന്ന് ചോദിച്ചാൽ എന്താണ്? കോടതി വ്യവഹാരങ്ങളുടെ പശ്ചാത്തലമാണ്. തിരിച്ചും മറിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓ ചന്തുമേനോന്റെ എഴുതി പൂർത്തിയാക്കാൻ കഴിയാതെ പോയ നോവലാണ് ശാരദ. അതോടെ ഓർത്തു വെക്കണം. ശാരദയിലെ കഥാപാത്രം ശാരദ, ദുഷ്ടകഥാപാത്രം വൈത്തിപ്പട്ടർ, ശാരദയുടെ അച്ഛനാണ് രാമൻ മേനോൻ. കുടിയേറ്റം പ്രമേയമാകുന്ന ആദ്യ മലയാള നോവൽ ഏത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുടിയേറ്റം ഏതാ? വിഷകന്യക. SK പൊറ്റക്കാടാണ് ഏത് എഴുതിയത്? വിഷകന്യക എഴുതിയത്. കുടിയേറ്റം പ്രമേയമായ ആദ്യ മലയാള നോവൽ വിഷകന്യക. നമ്മുടെ SK പൊറ്റക്കാടിനെ കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. 1980 മലയാളത്തില് രണ്ടാമതൊരു ജ്ഞാനപീഠം കൂടെ വരികയാണ്. കൃതിയുടെ പേരായിരുന്നു ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടം എന്ന മനോഹരമായ ഒരു ഗ്രാമം, അതും സാങ്കല്പിക ഗ്രാമമാണെന്ന് ഓർക്കണേ. അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ SK പൊറ്റക്കാട്, ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാടാണ് നമ്മൾ പറയുന്ന SK പൊറ്റക്കാട്. ജോൺ ഗുന്ദർ എന്നാണ് അപരനാമം. സഞ്ചാര സാഹിത്യത്തിന് കുലപതി എന്നാണ് മറ്റൊരു അപരനാമം. അതോട് ഓർത്തു വെക്കണം. കേരള ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജോൺ ഗുന്ദർ ആരാണ്? SK പൊറ്റക്കാടാണ്. അപ്പൊ SK പൊറ്റക്കാട് മുഴുവൻ പേര് ചോദിച്ചാൽ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. പല കുട്ടികളും K for കുട്ടിയാണെന്ന് വിചാരിക്കും. കുട്ടികളെ K for കുട്ടിയല്ല, K for കുഞ്ഞിരാമനാണ്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാടാണ് SK പൊറ്റക്കാട്. 1980 SK പൊറ്റക്കാടിന് ആദ്യമായിട്ട് ആളുകള് ഈ പുള്ളി നോവൽ എഴുതില്ലേ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുകയാണ്. കാരണം എന്തുകൊണ്ടാ? ജ്ഞാനപീഠം കിട്ടിയത് കൊണ്ട്. ഒരു ദേശത്തിന്റെ കഥാപാത്രം ആരൊക്കെയാണ്? ശ്രീധരൻ, അപ്പു അല്ലെ? നാരായണിക്ക് ദീനം മാറാൻ വേണ്ടി നീലക്കൊടുവിൽ തേടി പോകുന്ന കഥാനായകനാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ദേശത്തിന്റെ കഥ എന്ന് കേൾക്കുമ്പോൾ. ഇതേ വ്യക്തി ഒരു തെരുവിന്റെ കഥ എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അതെന്താ? അത് കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കി എഴുതിയതാ. കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കി SK പൊറ്റക്കാട് എഴുതിയ കൃതിയാണ് ഇത്, ഒരു തെരുവിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ. കോഴിക്കോടിന്റെ കഥാകാരനാണ് ആര്? SK പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാടാ. കോഴിക്കോട്ടില് പുതിയൊരു സ്മാരകം വരുന്നുണ്ടല്ലോ, അതാർക്കാ? അത് ബഷീറിനാ. സ്മാരകത്തിന്റെ പേര്, കോഴിക്കോട് ബേപ്പൂരിൽ വരുന്ന സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി എന്നാണ്. എന്തുകൊണ്ടാണ് ആകാശമിഠായി എന്ന് പേരിട്ടെന്ന് ഓർത്തുണ്ടോ നിങ്ങള്? ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. പ്രേമലേഖനത്തിലെ കഥാപാത്രം സാറാമയും കേശവൻ നായരുമാണ്. ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായ ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമയുമായി പ്രണയത്തിലാണ്. സാറാമയും ഒരു കാലത്ത് കോളേജ് കാലഘട്ടത്തിലൊക്കെ പലരുടെയും പ്രണയലേഖനങ്ങളിൽ ഏറ്റവും അധികം ഇടം പിടിച്ച വാക്കാണ് ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായ ഈ കാലഘട്ടത്തിൽ. ഒരു ബഷീറിനിസം ഉണ്ടാക്കിയ ഒരു വാക്കുകളായിരുന്നു അതല്ലേ? അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ട്രെയിനിനകത്തിരുന്നവര് ഒരു പേരിടുകയാണ് ആകാശമിഠായി. കേശവൻ നായരും സാറാമയും രണ്ട് വ്യത്യസ്ത മതസ്ഥരാണ് അല്ലെ? അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മതം പാടില്ലായിരുന്നു. അങ്ങനെ ഇട്ട പേരാണ് ആകാശമിഠായി. ആകാശത്തിനും ജാതിയും മതവും ഇല്ല, മിഠായിക്കുമില്ല. ആകാശമിഠായി
ബഷീറിന്റെ സ്മാരകമാണ്. ആകാശമിഠായിയെ കുറിച്ച് ഇതിനെ പ്രതിപാദിക്കുന്ന പ്രേമലേഖനം ബഷീറിന്റെ ആദ്യത്തെ നോവലാണ്. നമ്മൾ ഓർത്തു വയ്ക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് എസ്.കെ. പൊറ്റക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ, കോഴിക്കോട് ജനിക്കുകയും എന്നാൽ വയനാടിന്റെ തിരുനെല്ലിയുടെ കഥാകാരിയായി മാറുകയും ചെയ്ത വ്യക്തിയാണ് പി. വത്സല. കോഴിക്കോട് ജനിക്കുകയും ആരുടെ കഥാകാരിയായി? വയനാട്, അതും തിരുനെല്ലിയുടെ കഥാകാരി. വയനാടിന്റെ കഥാകാരി എന്നും തിരുനെല്ലിയുടെ കഥാകാരി എന്നും അറിയപ്പെടുന്ന കഥാകാരിയാണ് പി. വത്സല. 2023 നവംബർ 21 പി. വത്സല അന്തരിക്കുന്നത്. അതുകൂടെ ഓർത്തു വെച്ചോളൂ. 2023 നവംബർ 21 പി. വത്സല മരിച്ചത്. 2023 നവംബർ 1 മരിച്ച ഒരു സാഹിത്യകാരി കൂടെയുണ്ട്, ലീല ഓംചേരി. 2023 നവംബർ 1 ലീല ഓംചേരി. 2023 നവംബർ 21 പി. വത്സല. 2023 സെപ്റ്റംബർ 28 മാങ്കൊമ്പ് സാംബശിവൻ സദാശിവൻ. സദാശിവൻ ആരാണ്? ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സാംബശിവൻ സദാശിവൻ കഥാപ്രസംഗക്കാർ. അത് ഓർത്തു വയ്ക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ആ പേരോട് ഓർത്തു വയ്ക്കണം. മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക MS സ്വാമിനാഥൻ എന്നായിരിക്കും അല്ലെ? MS സ്വാമിനാഥൻ സെപ്റ്റംബർ 28. 3 പേരും അന്തരിച്ച ദിവസം കൂടെ ഓർത്ത് വയ്ക്കണേ. കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വരികയാണ് എസ്.കെ. പൊറ്റക്കാട്. അപ്പൊ എസ്.കെ. പൊറ്റക്കാട് ഇരുവഴിഞ്ഞിപ്പുഴ പ്രമേയമാക്കിയ ഒരു കൃതി എഴുതി. ഏതാണത്? ഇരുവഴിഞ്ഞിപ്പുഴ പ്രമേയമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയത്. നമുക്കറിയുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ഏതാ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. അതുപോലെ രവീന്ദ്രനും മാലുവും കോഴിക്കോട്ടെ വളരെ പ്രമുഖനായിട്ടുള്ള വ്യവസായിയായിരുന്നു, ധനികനായ ഒരു ചെറുപ്പക്കാരൻ വൈക്കത്തുള്ള മാലുവുമായിട്ട് പ്രണയത്തിലാവുകയാണ്. മുക്കത്തുള്ള മാലു എന്ന് ഓർത്താൽ മതി അല്ലെ? അപ്പൊ മുക്കത്തെ മാലുവുമായിട്ട് പ്രണയത്തിലാവുന്നു. അങ്ങനെ മാലുവിന്റെയും രവീന്ദ്രന്റെയും പ്രേമകഥ പറഞ്ഞ കൃതിയായിരുന്നു നാടൻ പ്രേമം. എസ്.കെയുടെ ആദ്യത്തെ നോവലൊക്കെ ചോദിച്ചാല് എഴുതണേ. ഇതാണ് നാടൻ പ്രേമം. അപ്പൊ എസ്.കെയുടെ കുടിയേറ്റ നോവലാണ് വിഷകന്യക, കുടിയേറ്റം പ്രമേയമായ നോവല്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് 1977 ശ്രീ വയലാർ രാമവർമ്മ ട്രസ്റ്റിന് കീഴിൽ വയലാർ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത്. 1977 ശ്രീ രാമവർമ്മ ആര്? വിപ്ലവ കവി എന്നറിയപ്പെടുന്ന, തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം കൊടുക്കുന്നതാണ്. എന്നാണ് വയലാർ പുരസ്കാരം കൊടുക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്നാ വയലാർ പുരസ്കാരമല്ല, ഏത് പുരസ്കാരമാണെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ, അദ്ദേഹം മരിച്ചിട്ടില്ല എങ്കിൽ, ആ കാര്യം ഓർത്തു വയ്ക്കണം, മരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ബാധകല്ല. പക്ഷെ മരിച്ചുപോയൊരു വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അദ്ദേഹത്തിന്റെ ചരമദിനത്തിനാണ്. ആൽഫ്രഡ് നൊബേലിനെ കുറിച്ച് അറിയാം അല്ലെ? അദ്ദേഹത്തിന്റെ ചരമദിനത്തിന് കൊടുക്കുന്ന പുരസ്കാരം ഏതാ? അത് നിങ്ങൾ പഠിച്ചതാണ്, കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അതുപോലെ വയലാർ രാമവർമ്മ ഒക്ടോബർ 27 അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം കൊടുക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കും. വയലാർ പുരസ്കാര ദാനം എന്നാണ്? ഒക്ടോബർ 27. എന്താണ് പ്രത്യേകത? വയലാറിന്റെ ഓർമ്മദിനമാണ്, അതുകൊണ്ട് അന്ന് കൊടുക്കുന്നു. 1977 ആദ്യമായി വയലാർ പുരസ്കാരം കിട്ടിയത് ഒരു എഴുത്തുകാരിക്കാണ്, വനിതയ്ക്കാണ്. ആരാണ്? ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ വയലാർ പുരസ്കാര ജേതാവ് എന്ന പട്ടം വാങ്ങി കൊടുക്കുന്നത്. വയലിൽ പണിയെടുക്കുന്നവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ലളിതമായിരിക്കും. ഇങ്ങനെ ഓർത്താൽ മതി. ആദ്യത്തെ വയലാർ പുരസ്കാര ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. വയലിൽ പണിയെടുക്കുന്നവരുടെ ജീവിതം ലളിതമായിരിക്കും. ലളിതാംബിക അന്തർജനത്തിലാണ് ആദ്യത്തെ വയലാർ പുരസ്കാരം കിട്ടുന്നത്. വർഷം 1977. വയലിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അഗ്നിക്കിരയാക്കും അല്ലെ? അത് വയലിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അഗ്നിയിടും. അപ്പൊ അഗ്നിസാക്ഷി എന്നാണ് കൃതിയുടെ പേര്. നമ്പൂതിരി എന്ന വാക്കിന്റെ എതിർലിംഗമാണ് അന്തർജനം, അകത്തെ ജനം അല്ലെ? അവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ മറക്കുടയിൽ ഇല്ലമിട്ട് ഇറങ്ങാനൊന്നും സാധിക്കില്ലായിരുന്നു. അകത്തളങ്ങളിൽ മാത്രം തളയ്ക്കപ്പെട്ട അന്തർജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് കേരളത്തിന്, ലോകത്തിന് മുഴുവൻ തുറന്നു കാണിച്ചു കൊടുത്ത ഒരു കൃതി കൂടെയായിരുന്നു അഗ്നിസാക്ഷി. ആ അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. ലളിതാംബിക അന്തർജനം. നമ്പൂതിരി എന്ന പദത്തിന് എതിർലിംഗമാണ് അന്തർജനം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ് പിള്ളേരെ? മാർത്താണ്ഡവർമ്മ. C.V. രാമൻ പിള്ള. ആരാണ്? C.V. രാമൻ പിള്ള.
സ്കോട്ട് എന്ന് പറയുന്ന ഒരു ചരിത്ര നോവലിസ്റ്റ് ആണ്, ഒരു പാശ്ചാത്യ എഴുത്തുകാരനാണ് വാൾട്ടർ സ്കോട്ട്. സ്കോട്ടിനെ പോലെ ചരിത്ര നോവൽ എഴുതിയപ്പോ നമ്മൾ CV രാമൻപിള്ളയെ വിളിച്ചു കേരളത്തിലെ സ്കോട്ട്. അപ്പൊ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാണ് ചോദിക്കും. കേരള സ്കോട്ട് ആരാ പിള്ളേരെ? CV രാമൻപിള്ള. CV നമ്മൾ എപ്പോഴാ CV കൊണ്ടുപോവുക? ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അവരെന്തിട്ടുണ്ടാവും? കോട്ട കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ, അല്ലേ? അപ്പൊ CV കൊണ്ടുപോവുക ഇന്റർവ്യൂവിനാണ്. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ കോട്ട കെട്ടിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ കോട്ട് എന്ന് കാണുമ്പോൾ CV ഓർക്കണം. കേരള സ്കോട്ട് CV രാമൻപിള്ളയാണ്. വാഗ്ദേവതയുടെ വീരഭടൻ, വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് ആരാണ് വാഗ്ദേവതയുടെ വീരഭടൻ? അതും നമ്മുടെ CV രാമൻപിള്ളയാണ്. വാഗ്ദേവതയുടെ വീരഭടൻ CV രാമൻപിള്ള. ആരാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ള 3 ചരിത്ര നോവലുകളാണ് എഴുതിയിരിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട 3 ആഖ്യ എന്നാൽ പേര് എന്നാണ്, ആഖ്യായിക എന്നാൽ നോവൽ എന്നാണ്, ചരിത്രാഖ്യായിക എന്നാൽ ചരിത്ര നോവൽ എന്നാണ്. അതോടെ ഓർത്തു വെക്കണം. ആഖ്യ എന്നാൽ പേര്, ആഖ്യായിക എന്നാൽ നോവൽ, ചരിത്രാഖ്യായിക എന്നാലോ ചരിത്ര നോവൽ. എന്താണ്? ചരിത്ര നോവൽ എന്നാണ്. അപ്പൊ ചരിത്ര നോവൽ 3 ഉണ്ട്. അത് ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും പഠിക്കണം. ഏതൊക്കെയാണ് 3 ചരിത്ര നോവൽ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദിക്കും. CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികകൾ. അപ്പൊ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ആഖ്യ എന്ന് പറഞ്ഞ പേര്, ആഖ്യായിക എന്ന് പറഞ്ഞ നോവൽ, ചരിത്രാഖ്യായിക എന്ന് പറഞ്ഞാൽ ചരിത്ര നോവൽ. 3 ചരിത്ര നോവൽ ഏതൊക്കെയാ എന്നാണ്. മാർത്താണ്ഡവർമ്മ സ്വാഭാവികമായിട്ട് ആരെ കുറിച്ചായിരിക്കും? മാർത്താണ്ഡവർമ്മയെ കുറിച്ച് തന്നെയായിരിക്കും, അല്ലെ? മാർത്താണ്ഡവർമ്മയുടെ മരണം വരെയുള്ള ഒരു കാലഘട്ടമൊക്കെയാണ് മാർത്താണ്ഡവർമ്മയെ ശരിക്കും പരാമർശിച്ചു പോകുന്നത്. ധർമ്മരാജ, രാമരാജ ബഹദൂർ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ 3 ചരിത്രാഖ്യായികകളാണ് ആർക്കുള്ളത്? CV രാമൻപിള്ളയ്ക്കുള്ളത്. CV രാമൻപിള്ളയുടെ സാമൂഹിക നോവൽ ഏതാണ് ചോദിക്കും. CV രാമൻപിള്ളയുടെ ഒരേ ഒരു സാമൂഹിക നോവൽ പറഞ്ഞേ. പ്രേമാമൃതം. ഏതാണ്? പ്രേമാമൃതം. CV രാമൻപിള്ളയുടെ ആത്മകഥാംശമുള്ള കൃതിയാണ് പ്രേമാരിഷ്ടം. മൂപ്പർക്ക് പ്രേമത്തിന് ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചാൽ നാട്ടുകാർ പിടിച്ചെന്ത് ചെയ്തു? അരിഷ്ടം കൊടുത്തു. അപ്പൊ CV രാമൻപിള്ളയുടെ സാമൂഹിക നോവൽ പ്രേമാമൃതം, ആത്മകഥാംശമുള്ള കൃതി പ്രേമാരിഷ്ടം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായിരുന്നു ചോദ്യം. മാർത്താണ്ഡവർമ്മ. മലയാളത്തിൽ ആദ്യമായി ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ ഏതാ ചോദിച്ചാൽ അതും മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരു സിനിമ വരികയുണ്ടായി. ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ ആദ്യ മലയാള സിനിമ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത് പേരിലാണ് സിനിമയാക്കപ്പെട്ടത്? ഏതിലാ? മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എല്ലാവർക്കും അറിയാം, വിഗതകുമാരൻ, JC ഡാനിയലിന്റെ, അല്ലെ? മലയാളത്തിലെ 2ാമത്തെ സിനിമയാണ് ഏതാ? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാലോ അത് ബാലൻ. ആദ്യത്തെ കളർ ചിത്രം ചോദിച്ചാലോ കണ്ടം വെച്ച കൂട്ട്. 3D ചിത്രം ചോദിച്ചാല് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്തത് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി. നമ്മൾ പറഞ്ഞതല്ലേ, ഏതാ? ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഓക്കെ. എൻഡോസൾഫാൻ ദുരന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നോവൽ എൻഡോസൾഫാൻ. പറഞ്ഞേ. എൻ മഗജെ. എൻഡോസൾഫാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? എൻ മഗജെ. ആരാണ് എഴുതിയത്? അംബികാസുധൻ മങ്ങാട്. ഓക്കെ. അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മഗജെ. എൻഡോസൾഫാൻ ഒരു വിഷമാണല്ലോ പിള്ളേരെ. വിഷം കഴിച്ച് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയ വ്യക്തിയാണ് ആര്? അല്ലെ? വിഷം, കാളകൂട സർപ്പ വിഷം, അല്ലെ? അത് ഇറക്കാതിരിക്കാൻ വേണ്ടി പാർവതി കഴുത്തിൽ പിടിക്കുന്നുണ്ട്, അല്ലെ? തുപ്പാനും പറ്റില്ല, പുറത്തേക്ക് കളയാനും പറ്റില്ല. അങ്ങനെ കണ്ടം നീല നിറമായി എന്നാ പറഞ്ഞു. വിഷം തട്ടിയ നീല നിറാണല്ലോ. അപ്പൊ ഓർക്കാൻ വേണ്ടി പറയുകയാണ്, എൻഡോസൾഫാൻ ഒരു വിഷമാണല്ലോ പിള്ളേരെ. അത് നീല നിറ, പാമ്പ് കടിച്ചാലും പെട്ടെന്ന് നീല നിറാവും. വിഷം എന്ന് പറഞ്ഞാൽ തന്നെ നീല നിറാം, അല്ലെ? അപ്പോ നീലകണ്ഠൻ എന്ന പേര് ഓർക്കാനാണ് ഇത്രയും പറഞ്ഞത്. എൻഡോസൾഫാൻ ഒരു വിഷമാണ്, വിഷം തട്ടിയാൽ നീല നിറാവും. നീലകണ്ഠനും ദേവയാനിയും ഏതിലെ കഥാപാത്രമാണ് ചോദിക്കും. നീലകണ്ഠനും ദേവയാനിയും ഏത് കൃതിയിലെ കഥാപാത്രമാണ് പിള്ളേരെ? പറയണം. എൻഡോസൾഫാൻ എന്ന ദുരന്തം, അല്ലെ? എൻഡോസൾഫാൻ ദുരന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാള നോവലായ എൻ മഗജയിലെ കഥാപാത്രമാണ് ദേവയാനിയും നീലകണ്ഠനും. എൻ മഗജെ.
പ്രവാസികളുടെ ജീവിതം പ്രമേയമാക്കി ബെന്യാമിൻ രചിച്ച നോവൽ അറിഞ്ഞിരിക്കണം അല്ലെ. പൃഥ്വിരാജാണ് അതിലെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചത്. പ്രവാസികളുടെ ജീവിതം പ്രമേയമാക്കി ബെന്നി ഡാനിയേൽ എന്ന ബെന്യാമിൻ എഴുതിയ കൃതിയാണ് ആടുജീവിതം. ആടുജീവിതം കഥാപാത്രം നജീബ്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചാൽ ആരാണ്? ഓർക്കണം, പൃഥ്വിരാജ്. ബെന്യാമിൻ അഥവാ ബെന്നി ഡാനിയലിന്റെ ആടുജീവിതം എന്ന കൃതിയെ ആസ്പദമാക്കി ആടുജീവിതം എന്ന സിനിമ ഇറക്കിയത് ആരാണ് സംവിധായകൻ? ബ്ലസി. സംവിധായകൻ ബ്ലസിയാണ് ആടുജീവിതം സംവിധാനം ചെയ്തത്. നടൻ ആരായിരുന്നു? നജീബ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഒരു നോവലിസ്റ്റ്, ഒരു കഥാകൃത്ത്. അത്രേ അറിയുള്ളൂ നിങ്ങൾക്ക് ഉറൂബിനെ കുറിച്ച് എങ്കിൽ ഇവിടെ തിരുത്തിക്കോ. PSCക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? ഉറൂബ്. ചെറുകഥാകൃത്തും നോവലിസ്റ്റും കഥാകൃത്തും ഒക്കെയാണ് ഉറൂബ്. ഉറൂബ് എന്ന് പറയുമ്പോൾ PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര്. പലരും കൃഷ്ണൻകുട്ടി എന്ന് പഠിക്കും. പിള്ളേരെ ഉറൂബ് എന്ന വാക്കെന്ന് ഉറുമ്പെടുക്കുക. ഉറുമ്പിന് പിന്നിൽ ആദ്യം പോവാരാണ്? കുട്ടികളാണ്. ഉറൂബ് എന്നതിൽ നിന്നും ഉറുമ്പെടുക്കുക. ഉറുമ്പിന് പുറകെ ആരാദ്യം പോകണം? കുട്ടികൾ ആദ്യം പോകണം. ഉറുമ്പിന് പുറകെ ഫസ്റ്റ് കുട്ടിയാണ് പോകേണ്ടത്. അപ്പൊ ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും അല്ലെ. ഉമ്മാച്ചു എഴുതിയതും ആരാണ്? ഉറൂബാണ്. ഉമ്മാച്ചു എഴുതിയതാരാണ്? ഉറൂബാണ്. ഓക്കെ, ഉറൂബും നീലക്കുയിലും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ. കമന്റ് ബോക്സിൽ ഇട്ടാ മതി. നീലക്കുയിലും ഉറൂബും. ഓക്കെ, അപ്പൊ ഉമ്മാച്ചു എന്ന കൃതി എഴുതിയതും സുന്ദരികളും സുന്ദരന്മാരും എന്ന് എഴുതിയതും ആരെന്നെയാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. മലബാർ കലാപ പശ്ചാത്തലത്തിൽ ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപ പശ്ചാത്തലത്തിൽ P. വത്സല ഒരു നോവൽ എഴുതി. അതേതാ? വിലാപം. നിർബന്ധമായിട്ടും പഠിക്കണം. 2023 നവംബർ 21 മരിച്ച P. വത്സല മലബാർ കലാപ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വിലാപമാണ്. ആദിവാസി, വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി P. വത്സല എഴുതിയ നോവൽ ചോദിച്ചാൽ അത് നെല്ലാണ്. മല്ലനും മാറിയും കഥാപാത്രമായി വരുന്ന നെല്ല്. അരനാഴിക നേരം ആരുടെ കൃതിയാണ്? അരനാഴിക നേരം കുഞ്ഞോനാച്ചൻ. ആ കഥാപാത്രം ഓർത്തു വെക്കണം. കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രം ഏതിലാണ് ചോദിക്കും? അരനാഴിക നേരം. ആരാ എഴുതിയത്? പാറപ്പുറം. അരനാഴിക നേരം എഴുതിയത് കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രം പ്രമേയമായി വരുന്നത് എല്ലാം ഏതാണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അരനാഴിക നേരം പാറപ്പുറം എഴുതിയ കൃതിയാണ്. കഥാപാത്രം കുഞ്ഞോനാച്ചൻ. കുഞ്ഞോനാച്ചൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അരനാഴിക നേരം. ആരാണ് സ്രഷ്ടാവ്? അത് ഓർത്ത് വയ്ക്കണം. ആരാണ്? സ്രഷ്ടാവാണോ സൃഷ്ടാവാണോ? സൃഷ്ടി, സ്രഷ്ടാവ് ആരാണത്? പാറപ്പുറം. സൃഷ്ടിയും സ്രഷ്ടാവും. കോവിലന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി നമ്മൾ പറഞ്ഞതാ. കോവിലൻ ഏതാ? തട്ടകം. ഏതാണ്? തട്ടകം. കോവിലന്റെ തട്ടകം. നമ്മൾ പഠിച്ചത് ചെറുകഥ ഏതാ? ചെട്ടിപ്പൂക്കൾ. ചെട്ടിപ്പൂക്കൾ ചെറുകഥ അല്ലെ. കോവിലന്റെ യഥാർത്ഥ പേര് V. അയ്യപ്പൻ. ഇത് ഓർക്കാൻ ഒരു ടെക്നിക് ഉണ്ട് പിള്ളേരെ. നോക്കിക്കേ, കോവിലൻ നടുവില് V ആണ്. V സ്ക്വയർ എന്ന് പിടിക്കുക. അപ്പൊ VV. കോവിലിനകത്ത് ആരാ? അയ്യപ്പൻ. അപ്പൊ VV അയ്യപ്പൻ. കോവിലൻ എന്ന പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം. ഓർക്കാൻ പോലും പാടില്ല അല്ലെ. ഓർത്തെടുക്കാനുള്ള സമയം പോലും പാടില്ല. ടെക്നിക്കാ. ചോദ്യം ഓപ്ഷൻ കണ്ടാ V എടുക്കുക, റൗണ്ട് ചെയ്യുക. VV അയ്യപ്പൻ. കോവിലിനകത്ത് അയ്യപ്പൻ. വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയ നോവൽ നമ്മൾ പറഞ്ഞതാ. വയനാട്ടിലെ ആദിവാസി പ്രമേയം ജീവിതമാക്കിയ നോവൽ മാവേലി മൺട്രം. മാവേലി മൺട്രം എഴുതിയത് ആരാന്ന് പറയണേ. ഞാൻ പറയാം. കൊച്ചരേത്തി എന്നത് എഴുതിയത് ആരാ? നാരായണാണ്. നാരായൺ. കൊച്ചരേത്തി നാരായൺ എഴുതിയതാണ്. അതുപോലെ തന്നെ ആദിവാസികളുടെ ജീവിതം പറയുന്ന മറ്റൊരു കൃതിയാണ് P. വത്സലയുടെ നെല്ല്. നെല്ല് ആരാ എഴുതിയത്? P. വത്സല. നെല്ല് P. വത്സല എഴുതിയ നോവലാണ്. കുടിയേറ്റം പ്രമേയമാക്കി S. K. പൊറ്റക്കാട് എഴുതിയത്. കുടിയേറ്റം പ്രമേയമാക്കി S. K. പൊറ്റക്കാട് എഴുതിയത് വിഷകന്യക. കുടിയേറ്റം പ്രമേയമാക്കി S. K. പൊറ്റക്കാട് എഴുതിയത് വിഷകന്യക. എന്റെ ചോദ്യം ഇതാണ്. വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കി മാവേലി മൺട്രം എഴുതിയത് ആരാ? ഉത്തരം കമന്റ് ബോക്സിൽ.
മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഏത്? മലയാളത്തിൽ ആദ്യത്തെ നോവൽ നമ്മൾ പറഞ്ഞത് ഏതാണ്? കുന്തലേത്. ആരെഴുതിയത്? അപ്പു നെടുങ്ങാടി. വർഷം 1887. 1887 ഇത് ഒരു മലയാള നോവലിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഷേക്സ്പിയറിന്റെ സിംഫണി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1889 ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ വരുന്നത്. ഏത്? ഇന്ദുലേഖ. പറഞ്ഞതല്ലേ ഇന്ദുലേഖ. 1889 ഒ ചന്തുമേനോൻ അഥവാ ഒയ്യാരത്ത് ചന്തുമേനോൻ. മൂപ്പര് എഴുതിയ പുസ്തകത്തിനും ഒരുപാട് പരാമർശം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പറയും ഞാൻ മാത്രമല്ല അവനും കോപ്പി അടിച്ചിട്ട് എഴുതിയെന്ന്. ചന്തുമേനോന്റെ പുസ്തകം വന്നപ്പോ പലരും പറഞ്ഞു ഇന്ദുലേഖ നമ്മുടെ ബെഞ്ചമിൻ ഡയാറലിസിന്റെ ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ എന്ന പുസ്തകത്തിന്റെ കോപ്പിയാ. അപ്പൊ ഷേക്സ്പിയറിന്റെ സിംബലിനെ കോപ്പി അടിച്ചാണ് അപ്പു നെടുങ്ങാടി എഴുതിയതെങ്കിൽ ഒ ചന്തുമേനോനും കോപ്പി അടിച്ച് എഴുതിയതാണ് ആരുടെ? ബെഞ്ചമിൻ ഡയാറലിസിന്റെ ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ എന്ന കൃതി. അത് ചോദിക്കും. 18-19 നൂറ്റാണ്ടിലാണ് ഇത് എഴുതും. 18-19 നൂറ്റാണ്ടിനെ പ്രമേയമാക്കി എഴുതിയതാണ്. അതാണ് കാലഘട്ടം. ഇതിൽ വിവാദ അധ്യായം ചോദിച്ചാൽ അത് 18-ാം അധ്യായമാണ്. നമ്മളൊക്കെ 18 വയസ്സാകുമ്പോ കുട്ടി എന്ന ലേബലിൽ നിന്ന് മാറും അല്ലെ? പിന്നീട് നടക്കുന്നൊക്കെ വിവാദങ്ങൾ. അപ്പൊ 18-ാം അധ്യായം ഒരുപാട് വിവാദമായതാണ്. ഇന്ദുലേഖയിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു എന്ന് സാഹിത്യ വിമർശകർ അവകാശപ്പെട്ട, അല്ലെങ്കിൽ ഇന്ദുലേഖയിലെ വിവാദ അധ്യായം എന്നും അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് സാഹിത്യ വിമർശകർ പറയുകയും ചെയ്ത കൃതി എന്നൊക്കെ ചോദിച്ചാല് ഭാഗം ഏത് ചോദിച്ചാൽ ഇന്ദുലേഖയിലെ 18-ാം അധ്യായമാണ്. ഓർത്തു വയ്ക്കുക, 18-ാം അധ്യായം. ഇന്ദുലേഖ എന്ന കൃതിയുടെ കർത്താവ് നമ്മൾ പറഞ്ഞത് ആരാണ്? ഒ ചന്തുമേനോൻ. ഇതൊക്കെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ഇത്രയധികം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ. അപൂർണമായ നോവൽ ശാരദ. അന്തപ്പയ്യൻ അത് മുഴുവനാക്കിയത്. അതോടെ ഓർത്തു വെക്കണം. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ. എന്താണ് ഈ അപസർപ്പക നോവൽ? ഇത്രയേ ഉള്ളൂ. കുറ്റാന്വേഷണ നോവൽ. എന്താണ്? കുറ്റാന്വേഷണ നോവൽ. മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ ഡിറ്റക്റ്റീവ് നോവൽ ഇല്ലേ? അതാണ് സംഭവം ഈ അപസർപ്പക നോവൽ. ഏതാണ് പറഞ്ഞേ? മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കര മേനോൻ. ഭാസ്കര മേനോൻ. ഓക്കെ, എഴുതിയത് ആരാണ് ചോദിക്കും. ആരാണ് ഭാസ്കര മേനോൻ എന്ന കൃതി എഴുതിയത്? മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. എന്താണ് അപസർപ്പക നോവൽ? കുറ്റാന്വേഷണ നോവൽ അല്ലെ? ഡിറ്റക്റ്റീവ് നോവൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് നോവലാണ് അപസർപ്പക നോവൽ. ഏതാണ്? ഭാസ്കര മേനോൻ. അപ്പൻ തമ്പുരാൻ എഴുതിയ കൃതിയാണ് ഏത്? ഭാസ്കര മേനോൻ. ആരെഴുതിയത്? അപ്പൻ തമ്പുരാൻ എഴുതിയ കൃതിയാണ് ഭാസ്കര മേനോൻ. അപ്പൻ തമ്പുരാൻ എഴുതിയ കൃതിയാണ് ഭാസ്കര മേനോൻ. അതോട് ഓർത്തു വയ്ക്കണം. അടുത്ത അംബേദ്കർ കഥാപാത്രമായ എം മുകുന്ദൻ നോവൽ ഏത്? അംബേദ്കർ കഥാപാത്രമായ എം മുകുന്ദന്റെ നോവലാണ് പുലയപ്പാട്ട്. എം മുകുന്ദന്റെ നോവൽ പുലയപ്പാട്ട്. കഥാപാത്രം അംബേദ്കർ. ഒരു കാര്യം ഓർത്തു വയ്ക്കണം, നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിനെ കഥാപാത്രമാക്കി എം മുകുന്ദൻ എഴുതിയ കൃതി ചോദിച്ചാൽ പ്രവാസം. എസ്.കെ. പൊറ്റക്കാടിനെ കഥാപാത്രമാക്കി എം മുകുന്ദൻ എഴുതിയ കൃതി പ്രവാസം. EMSനെ കഥാപാത്രമാക്കി എഴുതിയത് കേശവന്റെ വിലാപങ്ങൾ. 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. എം മുകുന്ദനെ കുറിച്ചാണ് പറയുന്നത്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദനെ കുറിച്ച്. അംബേദ്കർ കഥാപാത്രമായ എം മുകുന്ദന്റെ നോവലാണ് പുലയപ്പാട്ട് അംബേദ്കർ കഥാപാത്രമായത്. അതുപോലെ തന്നെ എസ്.കെ. പൊറ്റക്കാടിനെ കഥാപാത്രമാക്കി എം മുകുന്ദൻ എഴുതിയ കൃതിയാണ് പ്രവാസം. EMS നമ്പൂതിരിപ്പാടിനെ കഥാപാത്രമാക്കി എം മുകുന്ദൻ എഴുതിയതാണ് കേശവന്റെ വിലാപങ്ങൾ. EMS നമ്പൂതിരിപ്പാടിനെ കഥാപാത്രമാക്കി എം മുകുന്ദൻ എഴുതിയത് കേശവന്റെ വിലാപങ്ങൾ. അൽഫോൻസ് അച്ഛനൊക്കെ ഏതിലെ കഥാപാത്രമാണ് ചോദിക്കും? കേശവന്റെ വിലാപങ്ങൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ പറഞ്ഞതാ അവകാശികൾ. ആരെഴുതിയതാ? വിലാസിനി. മുഴുവൻ പേര് മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാറപ്പുറം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറം. ഭീമൻ കഥാപാത്രമായി വരുന്ന MT വാസുദേവൻ നായരുടെ നോവൽ. ഭീമൻ കഥാപാത്രമായി വരുന്ന MT വാസുദേവൻ നായരുടെ നോവൽ രണ്ടാം ഊഴം. മഹാഭാരത യുദ്ധ കഥയല്ല, രണ്ടാം ഊഴക്കാരനായിരുന്നു എന്നും ഭീമൻ. ആ ഭീമന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് രണ്ടാം ഊഴം. മുബ്രക വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ്. ആർക്ക്? MT വാസുദേവൻ നായർക്ക്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർക്ക് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാം ഊഴം. അതോട് ഓർത്തു വെക്കണം. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ. പുന്നപ്ര വയലാർ സമരം പറഞ്ഞേ തലയോട്. തകഴിയുടെ തലയോട്. എന്താ ഓർക്കേണ്ടത്? തകഴിയുടെ തലയോട്. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തെ ആസ്പദമാക്കി P. കേശവദേവ് എഴുതിയതാണ് ഒലക്ക. P. കേശവദേവ്. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ P. കേശവദേവ് എഴുതിയതാണ് ഒലക്ക. മലബാർ കലാപ പശ്ചാത്തലത്തിൽ കുമാരനാശൻ എഴുതിയതാണ് ഏത്? മലബാർ കലാപ പശ്ചാത്തലത്തിൽ കുമാരനാശൻ എഴുതിയത് ദുരവസ്ഥ. ഏതാണ്? ദുരവസ്ഥ.
പി വത്സല എഴുതിയത് മലബാർ കലാപ പശ്ചാത്തലത്തിൽ പി വത്സല എഴുതിയത് വിലാപം. മലബാർ കലാപ പശ്ചാത്തലത്തിൽ ഉറൂബ് എഴുതിയത് സുന്ദരികളും സുന്ദരന്മാരും. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലമാണെങ്കിൽ തകഴിയുടെ തലയോടും കേശവദേവന്റെ ഒലക്കയും. ആദ്യ സൈബർ നോവല് നൃത്തം. സൈബർ നോവല് നൃത്തം ആരെഴുതിയത്? എം മുകുന്ദൻ. ആദ്യത്തെ ഓഡിയോ നോവല് ഇതാണെന്റെ പേര്. ഇതാണെന്റെ പേര് ആരെഴുതി? സക്കറിയ. ആരെഴുതിയത്? സക്കറിയ. ഭാസ്കര പട്ടേലരും ജീവിതവും എന്ന കൃതി എഴുതിയതും സക്കറിയാണ്. ഇത് വിധേയൻ എന്ന പേരിൽ സിനിമയാക്കി. ഭാസ്കര പട്ടേലരും ജീവിതവും വിധേയൻ എന്ന പേരിൽ അത് സിനിമയാക്കി. അത് എഴുതിയതും സക്കറിയയാണ്. മലയാള നാടക സാഹിത്യത്തിലേക്കാണ് നമ്മൾ ഇതിനടുത്ത യാത്ര. അതിനു മുമ്പ് 2-3 കാര്യങ്ങളോട് പറഞ്ഞു വെക്കണം. ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ ഏതാ ചോദിക്കും? ധൂമകേതു. റിയലിസ്റ്റിക് നോവൽ ഏതാണ്? ധൂമകേതു. അതോട് ഓർത്തു വയ്ക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ. നമുക്കെല്ലാവർക്കും അറിയാം എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹം കഥാപാത്രമായി വരുന്നത് പ്രവാസത്തിലാണെന്ന് പറഞ്ഞു. കമല സുരയ്യയും എൻ മോഹനനും ചേർന്ന് എഴുതിയൊരു പുസ്തകമുണ്ട്, അമാവാസി. കുഞ്ഞുണ്ണിയും ശിവാനിയും കഥാപാത്രമായി വരുന്ന O.V. വിജയന്റെ ഒരു കൃതിയുണ്ട്. O.V. വിജയൻ, കുഞ്ഞുണ്ണി, ശിവാനി, ഗുരുസാഗരം. എന്റെ അറിവൊന്നും അറിവല്ല, ഗുരുവിന്റെ അറിവാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് O.V. വിജയൻ എഴുതിയ കൃതിയാണ് ഗുരുസാഗരം. O.V. വിജയനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാലക്കാട്ടുകാരനാണ്. സഹോദരിയായ ഉഷയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കരിമല കൂട്ടത്തിന് നടുവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് ഏറ്റിട്ടൊരു വാക്കായിരുന്നു കരിമ്പന പട്ടകളിൽ കാറ്റിരമ്പും പോലെ. കരിമ്പന പട്ടകളിൽ കാറ്റിരമ്പും പോലെ ആരുടെ കൃതിയിലെ സ്ഥിരം വാക്യമാണ് ചോദിച്ചത്? അത് O.V. വിജയന്റേതാണ്. ഖസാക്കിന്റെ ഇതിഹാസം. മലയാള നോവൽ സാഹിത്യത്തെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പ് എന്നും ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം എന്നും വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷം. അതുപോലെ സാഹിത്യ ലോകത്തെ പിടിച്ചുയർത്തിയ ഒരു വിഭാഗമാണ് നോവലിലെ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് O.V. വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പെന്നും പിമ്പെന്നും നോവൽ സാഹിത്യം വിഭജിക്കപ്പെടണമെങ്കിൽ അത്രയധികം ആഴത്തിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നുകൂടിയ ഒന്നാണത്. ഓരോ തവണ വായിക്കുമ്പോഴും ഒരുപാട് അർത്ഥതലമാണ് ഇന്നും ഖസാക്കിന്റെ ഇതിഹാസത്തിനുള്ളത്. നമ്മൾ മാറുന്ന കാലത്തിനൊപ്പം ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ കാലത്തിനനുസരിച്ച് എഴുതപ്പെട്ടതുപോലെ തോന്നും. അള്ളാപ്പിച്ച മല്ലാക്ക, രവി, മൈമൂന, അപ്പുക്കിളി. അള്ളാപ്പിച്ച മല്ലാക്ക, രവി, മൈമൂന, അപ്പുക്കിളി. തസ്രാക്ക് എന്ന സാങ്കല്പിക ഗ്രാമത്തെ ആസ്പദമാക്കി എഴുതിയതാണ്. അള്ളാപ്പിച്ച മൊല്ലാക്കയും രവിയും മൈമൂനയും ഒക്കെ അവിടുത്തെ സ്ഥിരം അന്തേവാസികളാണ്. അത് വായിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാലക്കാട് ജില്ലയില് ഇന്ന് തസ്രാക്ക് എന്ന് പറയുന്ന ആ സാങ്കല്പിക ഗ്രാമം യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. O.V. വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തസ്രാക്കിലാണ്. പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് O.V. വിജയൻ. സാഹിത്യകാരൻ എന്നതിലുപരി വലിയൊരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ആര്? O.V. വിജയൻ. O.V. വിജയൻ. അപ്പൊ O.V. വിജയന്റെ സ്മാരകം എവിടെ വെച്ചത്? തസ്രാക്കിലാണ്. തസ്രാക്ക്, പാലക്കാട് തസ്രാക്ക്. കിണാശ്ശേരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് തസ്രാക്ക് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമം നിങ്ങൾക്ക് കാണാൻ പറ്റും. സാങ്കല്പിക ഗ്രാമമായിരുന്നു. അവിടെ ഞാറ്റുവേല, ഞാറ്റുപുര എന്നൊക്കെ പറഞ്ഞിങ്ങനെ, ഞാറ്റുവേലകൾ, ഞാറ്റുപുര എന്നൊക്കെ പറഞ്ഞ് ഇവിടെ O.V. വിജയന്റെ സ്മാരകമൊക്കെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ O.V. വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് ഒരു 3 കൃതികൾ പറയാം. ഒന്ന് ഗുരുസാഗരം നമ്മൾ പറഞ്ഞു, കുഞ്ഞുണ്ണിയും ശിവാനിയും. 2 ഖസാക്കിന്റെ ഇതിഹാസം, അള്ളാപ്പിച്ച മൊല്ലാക്ക, രവി, മൈമൂന, അപ്പുക്കിളി. 3-മത്തത് കടൽ തീരത്ത്. സ്ഥിരം ചോദിക്കുന്നതാണ്. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമാകുന്ന കൃതി ഏതാണ് ചോദിച്ചാൽ അത് കടൽ തീരത്താണ്. കടൽ തീരത്ത്, കടൽ തീരത്ത്. കടൽ തീരത്ത് എന്താ പിള്ളേരെ? വെള്ളമല്ലേ ഉള്ളത്, അങ്ങനെ ഓർത്താൽ മതി. കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രം വെള്ളായിയപ്പൻ. എഴുതിയത് O.V. വിജയൻ. O.V. വിജയൻ. വെള്ളം എങ്ങനെ പോവുക? ഓവിലൂടെ അല്ലേ? വെള്ളം ഓവിലൂടെ പോവും. വെള്ളായിയപ്പൻ. അപ്പൊ ഓവിലൂടെ എന്ന് പറയുമ്പോൾ O.V. വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളായിയപ്പൻ ഇങ്ങോട്ട് പോകും, കടലിലേക്ക് പോകും. അപ്പൊ വെള്ളം ഓവിലൂടെ കടലിലേക്ക് പോകും. വെള്ളായിയപ്പൻ, O.V. വിജയൻ, കടൽ തീരത്ത് എന്ന കൃതി. കണ്ടുണ്ണി എന്നത് വെള്ളായിയപ്പന്റെ മകനാണ്. കണ്ടുണ്ണി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഇങ്ങനെ ഓർക്കുക. അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള മകനെ കാണാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ പോവുക. കാരണം മുപ്പർക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, മകനെ തൂക്കിക്കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. ഒരു നാട് മുഴുവൻ വേദനയിലാവുകയാണ് അല്ലേ? നമ്മുടെ കണ്ടുണ്ണി ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇവിടുന്ന് ഓർത്തു വെക്കണം. അങ്ങനെ തൂക്കിക്കൊല്ലാൻ പോകുന്ന മകനെ അമ്മ ഇതൊന്നും അറിയാതെ അമ്മ എന്ത് ചെയ്യണം? പുതുച്ചോറ് കൊടുത്തു വിടുകയാണ്. പട്ടിണിയും പരിവട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ആ നാട് മുഴുവൻ. ആർക്കും? നമ്മുടെ വെള്ളായിയപ്പനും.
എന്നിട്ട് എവിടെ നിന്നൊക്കെയോ തേടി പിടിച്ച് കുറച്ച് അരി ഉണ്ടാക്കി അതിനെ വെച്ച് അല്ലേ, നെല്ലെടുത്ത് കുത്തി അതിനെ അരിയാക്കി അമ്മ സ്നേഹത്തോടുകൂടി, സ്വാദ് മാത്രമല്ല കണ്ണീരുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ മകന് അമ്മ പൊതിച്ചോറ് കൊടുത്തു വിടുന്നത് അച്ഛൻ്റെ കയ്യിലാണ്. അച്ഛൻ ഇങ്ങനെ മകനെ കാണാൻ പോവുകയാണ്. അവിടെ പോയിട്ട് പാറാവ് വരണത്ത് കൊടുക്കും. വന്ന കത്ത് വളരെ വിഷമത്തോടെ നോക്കും. കാരണം നാളെ മകനെ തൂക്കിക്കൊല്ലുകയാണ് അല്ലേ. കണ്ണുണ്ണിയെ കാണുമ്പോൾ അച്ഛനെ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റുന്നില്ല, മറന്നു പോവുകയാണ്. നേരെ തിരിച്ചിങ്ങോട്ട് പോവും, കടലിലേക്ക് പോവും. കാരണം ആ ഒരു യാത്രക്കിടയിൽ അങ്ങോട്ട് പോയി എത്തി ഇങ്ങോട്ട് തിരിച്ച് ഇതാവും വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ കണ്ണുണ്ണി മരിച്ചു, തൂക്കിക്കൊന്നു. അച്ഛൻ കാണാൻ പോയ മകനെ തൂക്കിക്കൊല്ലുകയാണ്. അച്ഛൻ ആ ചോറ് അമ്മ മകനെ കൊടുത്തിട്ട് ആ പൊതിച്ചോറ് ബലിച്ചോറായി അർപ്പിച്ചുകൊണ്ട് കാക്കയെ കൊടുക്കുകയാണ്. കടൽ തീരത്ത് കാക്കകൾ അത് ബലിച്ചോറായി കഴിക്കുകയാണ്. വെള്ളായിയപ്പൻ കടൽ തീരത്ത് വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ട് കിടക്കുന്ന മകനെ അമ്മ പൊതിഞ്ഞു കിട്ടിയ പൊതിച്ചോറുമായി കാണാൻ പോയ അച്ഛൻ ആ പൊതിച്ചോറ് ബലിച്ചോറായി കൊടുക്കേണ്ടി വരുന്ന കഥ വായിച്ച് നീറിയ ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ. ഒ.വി. വിജയന്റെ കൃതി കടൽ തീരത്ത്, അതുകൂടെ ഓർത്തു വെക്കണം. അപ്പൊ നമ്മള് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് നോക്കുക. മലയാള നാടക സാഹിത്യം, ഒരു 3 ചോദ്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. മലയാള നാടക സാഹിത്യം, മലയാള സാഹിത്യത്തിൽ ആദ്യത്തെ നാടകം ഏതാ ചോദിച്ചാല് അത് മലയാള ശാകുന്തളമാണ്. ആദ്യത്തെ നാടകം ചോദിച്ചാല് മലയാള ശാകുന്തളം. നമ്മുടെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നാടകം ഏതാണ്? മലയാള ശാകുന്തളം. അടുത്ത ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യ സാമുദായിക നാടകം ഏത്? ആദ്യ സാമുദായിക നാടകം മറിയാമ്മ നാടകം. ആദ്യ നാടകം ചോദിച്ചാല് സാഹിത്യത്തിലെ ആദ്യ നാടകം മലയാള ശാകുന്തളം. ആദ്യത്തെ സാമുദായിക നാടകം ചോദിച്ചാല് മറിയാമ്മ നാടകം. കേരളത്തിൽ പിറവിയെടുത്ത ആദ്യ രാഷ്ട്രീയ നാടകം പറഞ്ഞേ പിള്ളേരെ, പാട്ടബാക്കി. ആരാണ് പാട്ടബാക്കി? ദാമോദരൻ. എന്ത് ദാമോദരൻ? കെ ദാമോദരൻ എഴുതിയ പാട്ടബാക്കി. നിർബന്ധമായിട്ട് പഠിക്കണം. പാട്ടബാക്കിയാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകം. LP UPയുടെ സാഹിത്യ വിഭാഗത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ സാഹിത്യം. ആ നോവൽ സാഹിത്യത്തില് നമ്മള് പാഠപുസ്തകത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. PSC ഇതുവരെ ചോദിച്ച കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വേറൊരു പുതിയൊരു സെഷൻ കൂടെ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമാണ് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണെന്നും ഏതെന്നാണെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പാഠപുസ്തകം, അതും ഡിഗ്രിക്കാരുടെ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 2-3 ക്ലാസ്സുകളിലായിട്ട്, കവിതാ സാഹിത്യം ആയിക്കോട്ടെ, നോവൽ സാഹിത്യം ആയിക്കോട്ടെ, കഥാസാഹിത്യം ആയിക്കോട്ടെ, 3ലും പറഞ്ഞത്. അടുത്ത ക്ലാസ് നോവൽ സാഹിത്യത്തിലെ ഇതുവരെ PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ആദ്യത്തെ നോവൽ ഏതാണ്, വലിയ നോവൽ ഏതാണ്, ചെറിയ നോവൽ ഏതാണ്, എല്ലാം. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണണം. പരീക്ഷ അടുക്കാറായി. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് പോവാം. നന്ദി, നമസ്കാരം.